ഡോക്ടർ ശശി തരൂർ എംപിക്കെതിരെ ഹൈക്കമാൻഡിനോട് നടപടി ആവശ്യപ്പെടണമെന്ന നിലപാടിൽ ഒരു വിഭാഗം കേരള നേതാക്കൾ കോൺഗ്രസിൽ തുടരുന്നുവെങ്കിൽ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കണമെന്ന് നിർദ്ദേശിക്കണമെന്നാണ് അഭിപ്രായം. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് പുറത്തുപോകാനാണ് ശശി തരൂരിന്റെ നീക്കമെന്നാണ് സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുടെ വിലയിരുത്തൽ. വിനീത വീജിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ വിനീത, ഇക്കാര്യത്തിൽ എന്താണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ ചിന്തിക്കുന്നത്? വിനീത, വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് ക്രിസ്റ്റീന. ഉന്മേഷ്, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ഈ ശശി തരൂർ ഉന്നയിക്കുന്ന പരാമർശങ്ങളിലും ഈ മോദി പ്രശംസയിലും ഉൾപ്പെടെ അനാവശ്യമായി അതിൽ ഇടപെട്ട് ആ വിവാദങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. പക്ഷേ അതേസമയം സംസ്ഥാനത്തിലെ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ വലിയ രീതിയിൽ അതൃപ്തിയുണ്ട്. നേരത്തെ തന്നെ ഈ അതൃപ്തി ആ നേതാക്കൾ ഹൈക്കമാൻഡിനോടക്കം സൂചിപ്പിച്ചതുമാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഈ ശശി തരൂർ എംപിക്കെതിരെ ഹൈക്കമാൻഡിനോട് നടപടി ആവശ്യപ്പെടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു വിഭാഗം നേതാക്കൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കോൺഗ്രസിൽ തുടരുന്നുവെങ്കിൽ പാർട്ടിയുടെ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിലെ നിയമങ്ങളിലൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് ആ നിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തുടരണമെന്ന് തന്നെയാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് പുറത്തു പോകാനുള്ള ഒരു നീക്കമാണ് തരൂരിൻ്റെതെന്നും ചില നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ശശി തരൂർ പാർട്ടിയെ പരസ്യമായി തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു നീക്കം ഉണ്ടാകുമോ എന്ന് നോക്കാമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ഒപ്പം തന്നെ ഈ ശശി തരൂർ ഇങ്ങനെ പാർട്ടിയെ പരസ്യമായി തള്ളിപ്പറയുന്നത് വരെ ഈ വിഷയം സംസാരിക്കേണ്ടതില്ല എന്നും ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിനൊക്കെയായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഘട്ടത്തിൽ സംസ്ഥാന ഘടകത്തിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ അത് കൊണ്ടുവരികയാണ് എങ്കിൽ അത് പാർട്ടിയെ ആകമാനം ബാധിക്കുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശശി തരൂരിന്റെ ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങളിൽ കൂടുതൽ അതിൽ ഇടപെടേണ്ടതില്ല, തരൂരിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നാണ് ആ നേതാക്കൾ പറയുന്നത്. പക്ഷെ അതേസമയം കടുത്ത വിമർശനങ്ങളുമായി തരൂർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ആ ഘട്ടത്തിൽ മാത്രം ഇടപെട്ടാൽ മതിയെന്നും പറയുന്നുണ്ട്. ഏതാണെങ്കിലും തരൂരിന്റെ ഇത്തരം പരാമർശങ്ങൾ ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൽ നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതിർത്തിയുമുണ്ട്. അവർ നേരത്തെ തന്നെ ഇക്കാര്യം ഹൈക്കമാൻഡിനോട് സൂചിപ്പിക്കുകയും ചെയ്തതാണ്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.